ഒരു കാലത്ത് ഐസിസ് ഭീകരർ ബന്ദികളാക്കിയ ഇരട്ട യുവാക്കൾ പൗരോഹിത്യത്തിലേക്ക്. ക്രൈസ്തവ പീഡനങ്ങൾക്ക് പേരുകേട്ട സിറിയയിലാണ് ഇരട്ടകൾ വൈദികരായി അഭിഷിക്തരായത്. ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ ജോണിയുടെയും ജോർജ് ജലൂഫിൻ്റെയും പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരമായ അലപ്പോയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരസംഘം തട്ടിക്കൊണ്ടുപോയ ഈ യുവാക്കളെ പിന്നീട് വിട്ടയച്ചിരുന്നു. 15-ാം വയസ്സിലാണ് ആദ്യമായി ദൈവവിളി തോന്നിയതെന്ന് ജോണി പറഞ്ഞു. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന കാലമായിരുന്നു അത്. ദൈവം തന്നെ എന്തിനോ വേണ്ടി വിളിക്കുന്നുവെന്ന് മനസ്സിലായി. എന്നാൽ മെഡിസിൻ പഠനത്തിന് ചേരാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. സിറിയയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് താൻ ആശ്ചര്യപ്പെട്ടുവെന്നും ദൈവഹിതം നിറവേറട്ടെ എന്നായിരുന്നു പിന്നീടുള്ള തൻ്റെ പ്രാർത്ഥനയെന്നും ജോണി പറയുന്നു. ഒരിക്കൽ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ചിത്രം തനിക്ക് കിട്ടിയതായും അതിൻ്റെ പിന്നിൽ രേഖപ്പെടുത്തിയിരുന്ന "എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയുള്ളവ എടുക്കുക" എന്ന വാചകം ശരീരങ്ങളുടെയല്ല ആത്മാക്കളുടെ ഡോക്ടറാകാനാണ് ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായതായും ഈ വാചകം തൻ്റെ പൗരോഹിത്യ സേവനത്തിൻ്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു. ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെയാണ് തനിക്കും ദൈവവിളി തോന്നിയതെന്നും എന്നാൽ സിനിമാ സംവിധാനം പഠിക്കാനുള്ള ആഗ്രഹം കാരണം താൻ ആ ആശയം ഗൗരവമായി എടുത്തില്ലെന്നും ജോർജ് പറയുന്നു. അങ്ങനെയിരിക്കെ താൻ വൈദികനാകാൻ തീരുമാനിച്ചുവെന്ന് സഹോദരൻ പറഞ്ഞപ്പോൾ തനിക്കും അതേ വികാരമാണെന്ന് ജോർജും പറഞ്ഞു. അങ്ങനെ ഇരുവരും സെമിനാരിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ അത്ഭുതസ്തബ്ധരായെന്നും ഇരുവരും പുഞ്ചിരിയോടെ പങ്കുവച്ചു. ദൈവത്തിൻ്റെ വയലിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇരുവരുടെയും പൗരോഹിത്യ സ്വീകരണ ചടങ്ങിൽ സംബന്ധിക്കാൻ നിരവധി വിശ്വാസികൾ എത്തിയിരുന്നു.